ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? നമുക്കും അൽഹംദുലില്ലാ അവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസത്തെ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യണേ. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അങ്ങനെ പാൻ കേക്കൊന്നും വല്ലപ്പോഴുമൊക്കെ ഉണ്ടാക്കലുള്ളൂ. എൻ്റെ അടുത്തുള്ള ഐറ്റംസ് വെച്ചിട്ട് ഞാനൊരു ചെറിയ തരത്തിലുള്ള പാൻ കേക്ക് ഉണ്ടാക്കുകയാണ്. മിനി പാൻ കേക്കില്ലേ അത്. അപ്പോൾ അതിന് ഞാൻ 2 എഗ്ഗും പിന്നെ ഷുഗറും ഏലക്കായ, ബനാന ഞാൻ എടുത്തില്ല കേട്ടോ, എൻ്റെ കയ്യിലില്ലായിരുന്നു. ബനാന ഉണ്ടെങ്കിൽ ഷുഗറിൻ്റെ ആവശ്യമില്ല. ഇപ്പം ബനാന ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്തത്. പിന്നെ അങ്ങനെ അത് മൂന്നും നല്ല മിക്സ് ആക്കിയിട്ട് പിന്നെ ഞാൻ അതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. മൈദയാണ് ഞാൻ എടുത്തത്. അങ്ങനെ മൈദ വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഇപ്പോൾ കുറച്ചുകൊണ്ട് വരികയാണ്. ഇതിപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഒന്ന് ഉണ്ടാക്കണത്. ഞാനിപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഹെൽത്ത് വൈസ് ഒന്ന് നോക്കുന്നുണ്ട്. മൈദയൊക്കെ ഒന്ന് കുറച്ചിട്ട് ഹെൽത്ത് ആവാനുള്ള ഒരു ഇതിലാണ്. എന്നാലും വല്ലപ്പോഴൊക്കെ കഴിക്കട്ടെ, അങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഞാനിത് മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. മൈദ ആഡ് ചെയ്ത് നന്നായിട്ട് ആ ഒരു ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് ഇത് വേണ്ടത്. എൻ്റെ റെസിപ്പി അങ്ങനെ പെർഫെക്റ്റ് ഒന്നുമല്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. പിന്നെ നമ്മളെടുത്ത് ആ ചെറിയൊരു ബോട്ടിലില്ല, അതിൻ്റെ നിബ് ഇങ്ങനെ വരുന്ന അതിലൊഴിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ഇതിൽ പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. ഇപ്പം അതും കൂടി വാഷ് ചെയ്ത് വെക്കേണ്ടി വെച്ചിട്ട് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ചെയ്തു. മിനി പാൻ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ചെറുത്. അതാകുമ്പോൾ കുട്ടികൾ കഴിച്ചു ചെയ്തോളൂ, അവർക്ക് ഇഷ്ടം. അങ്ങനെ എന്തും ഈ ചെറുതാക്കി ഉണ്ടാക്കിയപ്പോൾ ദോശ ആണെങ്കിലും ചെറുതാക്കി ഉണ്ടാക്കുമ്പോൾ അവർക്ക് അതൊരിടത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. ഒരു സൈഡ് കുക്കായാൽ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അത് അത്ര നല്ല ഫ്ലെയിം നല്ല ഹൈയിൽ വെക്കരുത്, ഒരു മീഡിയം ടു ലോയിലാണ് വെക്കേണ്ടത്. ഇതിൻ്റെ ബാക്ക് സൈഡ് പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഒരുപാട് നേരം കുക്ക് ചെയ്യാനൊന്നും ഉണ്ടാവില്ല പാൻ കേക്ക്, എല്ലാവർക്കും അറിയുന്ന റെസിപ്പി അല്ലേ. അങ്ങനെ ഫസ്റ്റ് ബാച്ച് ഇതാ റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ചും അതുപോലെ തന്നെ ഓക്കെ. ഞാൻ പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ചെറി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അതിൽ കുറച്ച് ചെറിയും കൂടെ വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് അതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ സ്ട്രോബെറി സിറപ്പോ. ഞാനിപ്പോൾ ഇവിടെ ഹണിയാണ് ഞാനിതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് കൊടുക്കണത് കേട്ടോ. ഇത് നോർമലി ഇതിൽ ഞാൻ ഷുഗർ ഇട്ടിട്ടുണ്ട്, എന്നാലും ഹണിയും കൂടെ ആകുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് അങ്ങനെയാണല്ലോ, പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീറ്റ് ദോശയാണ്. വീറ്റ് ദോശയൊക്കെ നമ്മുടെ ശശുക്ക പോലെ ഒരു കറി ഉണ്ടാക്കി, തക്കാളിയും പിന്നെ എഗ്ഗും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും. അത് ഞാൻ അങ്ങനെ അധികം എരിവൊന്നും യൂസ് ചെയ്യാറില്ല, ആർക്കും അത്ര എരിവൊന്നും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട്
മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളകും തക്കാളി ഇട്ടിട്ട് കറി ഉണ്ടാക്കി. അപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല ചൂടല്ല, അപ്പോൾ അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് ലെമൺ എടുത്ത് കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മക്കളെടുത്ത് പോയി, ഒരാൾ എഴുന്നേറ്റാണ്, ഒരാൾ ഉറങ്ങാണ്. നേരം വൈകി ഉറങ്ങുന്നതുകൊണ്ടാണ് നേരം വൈകി തന്നെ എഴുന്നേൽക്കുന്നത്. അപ്പം രാവിലെ എണീച്ചിട്ട് പിന്നെ അവർക്ക് ഈ ഒരു സംഭവമുണ്ട്, അവിടെ ഫേസ് ഒന്ന് ചേഞ്ചാക്കി കൊടുക്കുകയാണ്. രാവിലെ എഴുന്നേറ്റപ്പം കണ്ണ് തുറന്നിട്ടുള്ള ആ ഒരു ഐ അതിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഈ ഫോണൊക്കെ കാണുന്നതിനാണ് എത്രയോ ബെറ്ററാണ്. നമ്മൾ വീട്ടിലുള്ള ക്യാറ്റാണ് ഇട്ടത്. പിന്നെ അവർക്ക് ഞാൻ ഫുഡ് കൊടുത്തു കേട്ടോ. മറ്റാൾ ഒറ്റയ്ക്ക് വാരി തിന്നൂല, അതെന്നെ കാത്തിരിക്കുകയാണ്, അങ്ങനെ വെച്ചിരിക്കുകയുള്ളൂ. കുറച്ച് ഷമ്മാമുണ്ട്, അപ്പോൾ ഞാൻ അതുകൂടി അതിൻ്റെ കൂട്ടത്തിൽ കട്ട് ചെയ്ത് കൊടുത്ത്. പിന്നെ ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ചായ കുടിക്കണം എന്നിങ്ങനെ തോന്നി. അങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല, എപ്പോഴെങ്കിലുമൊക്കെയാണ് കുടിക്കൽ. ഇപ്പോൾ ഒട്ടും കുടിക്കലില്ല. ആരെങ്കിലും ഇട്ട് തന്നാൽ കുടിക്കുന്നതല്ലാതെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടായിട്ട് ഇടലില്ല. അപ്പോൾ ഇപ്പോൾ എന്തോ ഒരു ചായ കുടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ചായപ്പൊടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് കോഫി പൗഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിട്ടിട്ട് അതിന് കോഫി ആക്കാൻ വിചാരിച്ചു. അങ്ങനെ കോഫിയൊക്കെ ഇട്ട് ഇതിന് എപ്പോഴാണ് കുടിച്ച് കഴിയാന്ന് എനിക്കറിയില്ല. ഞാനൊരു ഇതിൽ അങ്ങോട്ട് ഇട്ടതാണ്. അപ്പം എനിക്ക് ചായ കുടിക്കാൻ തോന്നി, അപ്പം ഇട്ടതാണ്. ഇത് എപ്പോഴും കുടിച്ച് തീരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് കുറച്ച് ക്രോഷ്യ വർക്ക് ചെയ്യാണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്തുള്ള ലാസ്റ്റ് യാണാണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് തുടങ്ങുകയാണ്. ഞാനിങ്ങനെ ക്രോഷ്യ വർക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഒരുപാട് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ലാസ്റ്റ് എന്നുള്ളപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ട് ചെയ്യാണ്. ഒരു മിനി ബെയർ എന്തോ ചെയ്യാണ്. അപ്പോൾ ഇതാ ബെഡിൽ ഫുള്ള് സാധനങ്ങൾ നിരത്തിയിട്ട് അവരവിടെ പെയിൻറ്റിങ്ങും കളറിങ്ങും ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു മിനി ബെയറാണ്. കീ ചെയിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി അതിനൊരു ബോ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വേറെ കളറ് യാണെടുത്തിട്ട് അതിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ ഒരു ബോ പോലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കോഫി ഉണ്ടോ, അതിപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ടില്ല. ഒരു സിപ്പ് അങ്ങനെ എന്തോ കുടിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഒന്ന് തണുക്കട്ടെ എന്ന് കരുതി അവിടെ വെച്ചതാണ്. പിന്നെ ഞാൻ ഈ ഒരു ക്രോഷ്യ ചെയ്യാൻ വേണ്ടി കോഫി മറന്നുപോയി. അങ്ങനെ ഇതാണ് ആ ഒരു ക്രോഷ്യ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മിനി ബെയറാണ്. അപ്പോൾ ഈ ബ്രൗൺ കളറായിട്ടാണ് അത് അത്ര ഇങ്ങോട്ട് കാണാത്തത്. ഞാൻ ഇതിനൊരു കീ ചെയിനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ എൻ്റെ കോഫി നോക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനതെടുത്ത് അങ്ങനെ കുടിച്ചു. ഞാൻ ഉണ്ടാക്കിയ വർക്ക് ഇവർക്ക് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ രണ്ടാൾക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അത് അവൾക്ക് കൊടുത്തതിന് മറ്റാൾ പിണങ്ങിയതാണ്. പിന്നെ ഞാൻ
ഒരാൾക്ക് ചെയ്തത് എന്തോ അതന്നെ മറ്റാക്കും ചെയ്യണം. ഇവിടെ അങ്ങനെയാണ്. പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അപ്പോൾ ഇവർ രണ്ടാളും എൻ്റെ അടുത്ത് തന്നെ ഇരിക്കും. അങ്ങനെ എപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും എൻ്റെ കൂടെ തന്നെ അവരും ഉണ്ടാകും. അങ്ങനെ അവരുടെ ടോയ്സും കാര്യങ്ങളായിട്ട് എൻ്റെ അടുത്ത് വന്നതാണ്. ഇതൊരു മാഗ്നറ്റിക് സ്ക്വയർ ബോൾസ് ഉള്ളൊരു സംഭവമാണ്. നല്ലതാണ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. ഈ ഫോണൊക്കെ നോക്കുന്നതിലും കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒക്കെ ടോയ്സ് വാങ്ങി കൊടുക്കുന്ന അവരുടെ അറ്റൻഷനും ഒക്കെ നല്ലൊരു ഇതാണ്. കുട്ടികളുടെ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെന്താ അവരുടെ കോൺസെൻട്രേഷൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ ടോയ്സൊക്കെ വാങ്ങി കൊടുക്കാം. ഇതൊരു ടോയ്സ് സെറ്റാണ് കേട്ടോ. കുറേ ഡ്രസ്സും പിന്നെ ഒരു എന്താണ് ബാർബിയൊക്കെ വരുന്നൊരു സെറ്റാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ലഞ്ച് കഴിച്ച് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഇപ്പോൾ ഇത് ഈവനിങ് ആണ്. ഈവനിങ്ങിന് ഞാൻ നേരത്തെ തന്നെ ഒരു കോഫി കുടിച്ചുകൊണ്ടിപ്പോൾ ഈവനിങ് കോഫിയും ചായ ഒന്നും വേണ്ട വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് എന്താണ് നമ്മുടെ ABC ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഒരു ബീട്രൂട്ടും ഒരു ക്യാരറ്റും ബോയിൽ ചെയ്തിട്ട് ഞാനത് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തു. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം എടുത്തപ്പോൾ നല്ലൊരു കട്ട പോലെയാണ്. അപ്പോൾ അതെടുത്തിട്ട് ജ്യൂസ് അടിച്ച് എല്ലാവരും കുടിച്ചു. പിന്നെ ഇത് നൈറ്റാണ്. നൈറ്റ് കെയർ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയതാണ്. നൈറ്റിൽ ഞാൻ നാളെ രാവിലത്തേക്ക് കുടിക്കാനുള്ള ചിയാ സീഡിൻ്റെ വെള്ളം ഉണ്ടാക്കുകയാണ്. ചിയാ സീഡിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയില്ല. നല്ലതാണ് നമ്മളുടെ ഗട്ട് ഹെൽത്തിനൊക്കെ ചിയാ സീഡ് നല്ലതാണ്. നമ്മളെന്താണ് ഡയറ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ ചിയാ സീഡ് വെള്ളം രാവിലെ കുടിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഒരുപാട് ഫുഡൊക്കെ കുറയ്ക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഈ ചിയാ സീഡ് വെള്ളം കുടിച്ച് നമ്മുടെ വയറൊന്ന് ഫില്ലായ പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കില്ല. അതിനൊക്കെ നല്ലതാണ് ചിയാ സീഡ്. എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ബെനിഫിറ്റ്സ്. പിന്നെ നൈറ്റ് കെയർ ആയിട്ട് ഞാൻ സുറുമ എഴുതാറുണ്ട്. അങ്ങനെ എപ്പോഴും എഴുതലൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ. നല്ലൊരു തണുപ്പ് കൂളിങ് കിട്ടും നമ്മൾ ഐസിന്. അപ്പോൾ നമുക്ക് നൈറ്റ് മാത്രമല്ല ഡേയും ഇത് യൂസ് ചെയ്യാവുന്ന കണ്ണിന് നല്ലൊരു തണുപ്പ് കിട്ടും. ആദ്യം കുറച്ച് എരിച്ചിലുണ്ടെങ്കിലും പിന്നീട് നല്ലൊരു തണുപ്പാണ്. പിന്നെ ഞാനിത് ബോഡി ലോഷൻ ഹാൻഡിലെ ആംസിൻ്റെ ഭാഗത്തൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബോഡി മൊത്തമായിട്ടൊന്നും ലോഷൻ ഉപയോഗിക്കാറില്ല. പിന്നെ ഇതാണ് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ ഞാൻ മെയിനായിട്ട് നമ്മുടെ ഈ കാലിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു തടിപ്പായിട്ട് വന്നിട്ട് നമ്മളിങ്ങനെ ആ സ്ഥലത്തൊക്കെ ഒന്ന് മോയ്സ്റ്റ് ആവാൻ കാൽമേലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടാണ് രാത്രി രാവിലെ ആകുമ്പോഴത്തേനും നമ്മൾ കാലും കൈയൊക്കെ നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എടുത്ത ഈ ഒരു അളവിലത് മതി നമ്മുടെ കാല് മൊത്തമായിട്ടൊന്ന് കൈയിലേക്കും. അത്ര മതി. ഓവറായാൽ പിന്നെ നമുക്ക് എന്തോ ഒരു ഫീലിംഗാണ്. പിന്നെ ഇത് ബോഡി സ്പ്ലാഷാണ്. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ, ബൈ.